ഒരു പുതിയ സിനിമ തുടങ്ങുമ്പോൾ അതിൻ്റെ കഥ കേട്ട സമയത്ത് അതിൻ്റെ ടൈറ്റിൽ തന്നെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്, ഐ മീൻ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളും പറയണം ഐ മീൻ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആശംസ അറിയിക്കാൻ നമുക്ക് നമ്മുടെ മാലാ പാർവതി ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. പ്ലീസ് ചേച്ചി. കൈയടിക്കണമെന്ന് തോന്നുമ്പോൾ അവർ കൈയടിക്കും. മലയാളികളോട് അത് പറഞ്ഞ് കൈയടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ മിസ്റ്റർ ക്രിസ് വേണുഗോപാൽ പറഞ്ഞ പോലെ ഐ എം ഓൾസോ ഇന്നലെ ടിമിഷ കഥ പറഞ്ഞ് വളരെ വ്യത്യസ്തമായ ഒരു ഹൊറർ ചിത്രമാണ്, ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ. ഞാൻ കഥയുടെ ഒരു ത്രെഡ് കേട്ടു, വളരെ ഇമ്പ്രസീവാണ്. പ്രതീക്ഷയോടെ ഈ വർക്കിൽ പങ്കെടുക്കാൻ സന്നദ്ധതയോടെ വന്നിരിക്കുകയാണ്. ഡയാനയുടെ അമ്മയായിട്ട് പല സിനിമകളായി, അതിലേക്ക് പ്രത്യേക സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഡയാന. താങ്ക് യു ജിതേഷ്. താങ്ക് യു ചേച്ചി. അടുത്തതായി നമുക്ക് ആശംസകൾ പറയാനായി ശ്രീജിത്ത് വിജയൻ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ഞാൻ പറയുന്നില്ല, നല്ലൊരു കൈയടിയോടെ ക്ഷണിക്കാം. ഈ സിനിമയുടെ കഥാതന്തുവിൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ടിനു ഇതെങ്ങനെ ഷൂട്ട് ചെയ്ത് പുറത്ത് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളെ പോലെ ഞാനും ഈ സിനിമയുടെ ഫൈനൽ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ക്രൂവിനും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇതിൽ ലീഡ് റോൾ ചെയ്യുന്ന ഡയാന ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. ഡയാനയുടെ കുറേ നല്ല ഇമോഷൻസ് ഈ സിനിമയിലൂടെ കാണാൻ പറ്റും. പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഒരു ചെറിയ പ്രൊമോഷൻ. 19-ാം തീയതി എൻ്റെ പുതിയ സിനിമ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പീറ്ററൊക്കെ ഒരുമിക്കുന്ന ഒരു സിനിമ ഇടിയൻ ചന്തു തിയേറ്റർ റിലീസാണ് ഈ മാസം 19-ാം തീയതി. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് അത് ആസ്വദിക്കണം. അതൊരു പ്ലസ് 2 പിള്ളേരുടെ ഇടിപ്പടമാണ്. ഇതിലെ കുറച്ച് പേരൊക്കെ ഇതിൽ അഭിനയിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഡയാനെ മോസ്റ്റ് വെൽക്കം. ഇനി ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡയറക്ടർ ടിനുവിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഒരുപാട് നല്ല നല്ല പ്രമേയങ്ങൾ, നല്ല നല്ല സ്ക്രിപ്റ്റ് എഴുതി കൈവശം വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ടിനു. ആദ്യം ഒരു ഏകദേശം 2 വർഷം മുൻപ് മറ്റൊരു പ്രോജക്റ്റും കഥയായിട്ട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്റ്റോറി ആയിരുന്നു, പക്ഷേ പ്രോജക്റ്റ് നടന്നില്ല. പിന്നെ വീണ്ടും നല്ലൊരു ഹൊറർ സബ്ജക്റ്റ്, വളരെ എന്താ പറയുക, വ്യത്യസ്തമായ പ്രമേയത്തിൽ ബ്യൂട്ടിഫുള്ളി നറേറ്റ് ചെയ്തുകൊണ്ട് ടിനു നമ്മുടെ ഐ ആം ഇൻ എന്നാണ് നമ്മുടെ ചിത്രത്തിൻ്റെ കഥ നറേറ്റ് ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിൽ ഇങ്ങനൊരു റോൾ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ടിനു എന്നെ കാസ്റ്റ് ചെയ്തതിൽ. ഐ എം റിയലി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. പിന്നെ ഈ ടൈറ്റിൽ നമ്മൾ ഇത്രയധികം ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നതിൽ ഒരുപാട് ഒരു വേറെ സാന്നിധ്യം ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നവർ. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് വെരി പോസിറ്റീവ്. പിന്നെ ഇപ്പോൾ ശ്രീജിത്ത് ഏട്ടൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ട് നമ്മുടെ പ്രോജക്റ്റിന്. ഇടിയൻ ചന്തുവിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പിന്നെ ഒത്തിരി കാര്യം എടുത്തു പറയണം, ഞാനും ഒരുപാട് ഹാപ്പിയാണ്. കാരണം മാലാനിയുടെ കൂടെ ഇതിപ്പോൾ മകളും മരുമകളുമായിട്ട് ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾക്ക് സ്ക്രീനിൽ ഒന്നിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ് അയാമെൻറ്റിലൂടെ. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ് ഓൾസോ. എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം, ആശുപത്രികൾ ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ നമ്മൾ ടൈറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈറ്റിലും നല്ലതായിട്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു അവർ പ്രോജക്റ്റ്. എല്ലാവരുടെയും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കണം. താങ്ക് യു. താങ്ക് യു. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? അത് ആ സുഖം പോരാടും. ഈ കൊച്ചു എത്ര പ്രാവശ്യം നിങ്ങളോട് കൈയടിക്കാൻ പറ്റുന്നു? നിങ്ങൾ കൈയടിക്കുക, ഒന്ന് കൈയടിക്കുക. അങ്ങനെ വേണം. പുതിയ ഡയറക്ടർ, പുതിയ സബ്ജക്റ്റ്, പുതിയ പ്രൊഡ്യൂസർ, പുതിയൊരു സംരംഭം തുടങ്ങുകയാണ്. അതിന് വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഇതിൽ അഭിനയിക്കുന്നവരും ടെക്നീഷ്യന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി
എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ അധികം സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. അടുത്തതായി നമുക്ക് ആശംസകൾ നേരാനായി നാസർ ലത്തീഫ് ചേട്ടനെ ക്ഷണിക്കാം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും കൈയടിക്കൊരു ആരോഗ്യമില്ല. ഇനി പ്രതീക്ഷിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. വളരെ സന്തോഷം ഇവിടെ നിൽക്കുന്നതിൽ. എന്നെ എൻ്റെ ഒരു കുഞ്ഞു സഹോദരനെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന തിനു ഇന്നലെയാണ് എന്നെ വിളിച്ച് പറഞ്ഞ യു ആർ ഇൻ എന്ന്. സോ ഐ തിങ്ക് ഐ ആം മീൻ. എനിവേ, എല്ലാവിധ ആശംസകളും നേർന്നു. ഞാനിപ്പോൾ അവിടെ ഇരുന്നപ്പം എൻ്റെ പഴയ സുഹൃത്തായ നാരായണൻകുട്ടി എന്നോട് പറഞ്ഞു, ഇത് ഒരു കിടിലൻ സബ്ജക്റ്റാണ്, ഉഗ്ര സബ്ജക്റ്റാണെന്ന് പറഞ്ഞു. എനിക്കും അത് അങ്ങനെ തോന്നുന്നു. അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർ സന്തോഷിനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എനിവേ ആ സന്തോഷം എന്ന് പറഞ്ഞ വ്യക്തിത്വത്തെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പുള്ളിയാണ് ഹീറോ എന്ന്. നല്ല സുന്ദരൻ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അതുപോലെ ഇതിൻ്റെ ഹീറോയിൻ ഡയന പോസ്റ്റിൽ തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു. ഷീസ് എ വെരി പ്രോമിസിങ് ഗേൾ ഫോർ അവർ ഫിലിം ഇൻഡസ്ട്രി. എൻ്റെ മറ്റൊരു സുഹൃത്ത് മാല ഇവരെല്ലാവരെയും എല്ലാവിധ ആശംസകളും നേർന്നു. ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഞാനാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന്. ഞാനല്ല പ്രൊഡ്യൂസർ ഞാനല്ല ഈ പടത്തിൻ്റെ. എൻ്റെ സുഹൃത്തുക്കളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഞാനിതിനെല്ലാം സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ടിനു എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് ഫസ്റ്റ് പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്ന മോൾക്ക് ഞാനായിട്ട് എപ്പോഴും വന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. രാവിലെയും വരും, ഉച്ചയ്ക്കും വരും, വൈകുന്നേരം വരും. അപ്പോൾ അങ്ങനെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് ആയാലും ടെക്നീഷ്യൻ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോഴും എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യാം. കുറേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പുള്ളി. അതെനിക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ഒരു ദിവസം 2 ദിവസമല്ല, കുറേ. ഇപ്പം ഞാൻ പറയാച്ചാൽ 1-2 വർഷമായിട്ട് ഈ പ്രൊജക്റ്റിൻ്റെ പിന്നിൽ പുള്ളി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സ്ട്രഗിളിൻ്റെ എല്ലാവിധ റിസൾട്ടുകളും ടിനുവിന് ഈ പടത്തിലൂടെ ലഭിക്കും. കാരണം നല്ല സ്ക്രിപ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഈ സ്ക്രിപ്റ്റ് ഫുൾ കഴിഞ്ഞിട്ട് ആദ്യം എനിക്കാണ് മെയിൽ ചെയ്ത് തരുമ്പോൾ തോന്നുന്നുണ്ട് എനിക്ക്, എൻ്റെ അറിവിൽ. അപ്പോൾ ഞാൻ വായിച്ചാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു സ്ക്രിപ്റ്റാണത്. ഒരു വ്യത്യസ്തമായൊരു ഹൊറർ മൂവി ആയിരിക്കും. ഇതിൻ്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ പറയുന്ന കുറേ വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകൾ ടെക്നീഷ്യന്മാരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഞാനും എൻ്റെ ഇതിന് മുന്നേ ചെയ്ത പല പടങ്ങളിലും പുതിയ ഡയറക്ടർമാർ, പുതിയ ക്യാമറാമാൻ, പുതിയ ആർട്ടിസ്റ്റുകൾ പലരെയും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു കൈ കൊടുക്കുമ്പോഴാണ് അവർക്ക് നാളേക്കുള്ളൊരു ഭാവിയിലേക്ക് അവർക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റുക. അപ്പോൾ അതിനെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് പുതിയ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ടിനുവിനും ഈ ടീമിനും എല്ലാവിധ സപ്പോർട്ടുകളും. എന്തായാലും നല്ലൊരു സിനിമയായി വരട്ടെ. അതുപോലെ നാസർ ലത്തീഫ് എന്നെ കണ്ടിട്ട് നായകൻ എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും നായകനായിട്ട് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അതുകൊണ്ട് 2 തെറ്റിദ്ധാരണയാണ് ഉണ്ടായിരുന്നത്. ഞാനാണ് നായകൻ, ഞാനല്ല ഈ പടത്തിൻ്റെ നായകൻ, ഞാനാണ് പ്രൊഡ്യൂസർ, ഞാനല്ല ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. പക്ഷേ ഇത് എൻ്റെ പടമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാവിധ സപ്പോർട്ടുണ്ടെങ്കിലും എല്ലാവിധ അനുഗ്രഹങ്ങളും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വന്ന എന്തായാലും ചടങ്ങുകൾ ഒരല്പം വൈകിയെങ്കിലും നമ്മുടെ ആങ്കർ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും കയ്യടിന്ന്. കാരണം ഈ ഹാളിൽ ഇത്ര ആൾക്കാരും ഉണ്ടായിട്ട് പോലും ആ കയ്യടിയുടെ, അതായത് ഇന്ന് നല്ലൊരു ദിവസമാണ്. എന്ന് പറയുന്ന ടിനുവിന്റെ പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ചാണ്. അപ്പൊ ടിനുവിനും ഇതിന്റെ ടെക്നീഷ്യന്മാർക്കും എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് അല്ലെങ്കിൽ ആശംസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കുക. ഇത് ടിനുവിന് കിട്ടുന്ന ഒരു ഹാപ്പിയസ്റ്റ് മൂവ്മെന്റ് ആണ്. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംവിധായകൻ ആദ്യമായിട്ട്, ഈ ടീം തന്നെ എല്ലാവരും പുതിയതാണ്. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. സോഷ്യൽ മീഡിയാസിന്റെ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അതിനോടൊപ്പം തന്നെ ഈ സിനിമ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇരിക്കുന്ന മീഡിയാസും ഈ ഇരിക്കുന്ന കാണികളെ എല്ലാവരും കൂടെ അവരുടെ കുടുംബസമേതം വന്നാൽ ഉറപ്പായിട്ടും 100% ഈ സിനിമ സക്സസ്ഫുൾ ആക്കാം. അപ്പോൾ ഈ ആമിൻ്റെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അതുപോലെ തന്നെ ഇതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്കും എല്ലാ ടെക്നീഷ്യന്മാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക്സ് സോ മച്ച്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ടിനുവിൻ്റെ സ്വപ്നങ്ങൾക്ക് ഇന്ന് ചിറകുമുളക്കുകയാണ്. ടിനുവിനും
ടിനുവിൻ്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാം എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അതുപോലെ ഇതിൻ്റെ ഓടിനോളായ ബിസ്മിത്ത് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ സിനിമ ഒരു വലിയ വിജയം വരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. അടുത്തതായി നമുക്ക് നമ്മുടെ സ്വന്തം ശീതൾ ഷാനെ വേദിയിലേക്ക് ക്ഷണിക്കാം. കയ്യടി. എല്ലാവർക്കും നമസ്കാരം. ഒരു 3 വർഷം മുമ്പാണ് ഞാൻ ടിനുവിൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഓഡിഷന് വേണ്ടിയിട്ട് ഞങ്ങളെ കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്യുകയും അവിടെ വെച്ചൊരു ഓഡിഷൻ നടക്കുകയും ചെയ്തു. അന്ന് എൻ്റെ ഒരു ആക്ടിങ് സ്കില്ല് കണ്ടിട്ട് ടിനു അന്ന് പറഞ്ഞു, ഞാൻ എടുക്കുന്ന ഒരു സിനിമയിൽ ഒരു അവസരം തരാമെന്ന്. അങ്ങനെ ടിനു ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടായി. ഒരു 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അത് എനിക്ക് അവസരം ലഭിച്ചു. ഞങ്ങളത് ഷൂട്ട് ചെയ്തു കളമശ്ശേരി വെച്ചിട്ട്. നടൻ ശ്രീജിത്ത് രവി, സുധീർ കടമ്പനായിട്ട് ഇവരുടെ കൂടെ അഭിനയിക്കാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചു. അതിലുപരി ഞാൻ ചോദിച്ച പൈസ എനിക്ക് ടിനു തന്നു എന്നുള്ളതാണ്. ആ സിനിമ എന്തുകൊണ്ടോ നടന്നില്ല. ഈ സിനിമയിൽ എനിക്ക് വേഷമുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. ടിനു വിളിച്ചു, ഞാൻ വന്നു. ഇവിടെ നിന്ന് കിട്ടുന്ന കയ്യടിയേക്കാൾ കൂടുതൽ തിയേറ്ററിൽ ടിനുവിൻ്റെ ഈ സിനിമയ്ക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിൽ അഭിനയിക്കുന്നതിനും ഇതിൽ ജോലി ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസിനും, ഇതിൻ്റെ പിന്നണിയിൽ എല്ലാ പ്രവർത്തിക്കുന്നവർക്കും, പ്രൊഡ്യൂസേഴ്സിനും, ടിനുവിനും, ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും, ഇതിൻ്റെ മേക്കപ്പ് എന്നെ ചെയ്തിട്ടുള്ള ചേട്ടൻ ഇവിടെ ഉണ്ട്, ചേട്ടൻ. അപ്പം എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ നേരാണ്. ടിനു ആഗ്രഹിച്ച പോലെ തന്നെ ടിനുവിൻ്റെ പാഷൻ എന്താണ്, ആ ഒരു ആഗ്രഹം മുന്നേറട്ടെ. ഒരുപാട് സ്വപ്നം കാണാൻ ടിനുവിന് കഴിയട്ടെ. ഇനിയും സിനിമകൾ ഉണ്ടാകട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഐ മീൻ എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത നമസ്കാരം. എൻ്റെ ഒരു സഹോദരൻ കൂടിയാണ് ടിനു. ഈ ടിനുവിൻ്റെ പടത്തിലേക്ക് ഓരോ ദിവസവും ഞങ്ങൾ വിളിക്കാത്ത ദിവസങ്ങളില്ല. നല്ലൊരു ദിവസത്തിന് വേണ്ടിയായി ടിനു കാത്തു നിന്നു. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറുമായ ടിനുവിനും ഈ പടത്തിൽ അഭിനയിക്കുന്നവർക്കും ടെക്നീഷ്യന്മാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അയാമിൻ എന്ന് പറയുന്ന ടിനുവിൻ്റെ വലിയൊരു സ്വപ്നത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്, അഭിമാനമുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള പുതിയ സംവിധായകർ, പുതിയ റൈറ്റേഴ്സൊക്കെ വരുന്ന സിനിമകൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെ എല്ലാവരെയും ചിന്തിപ്പിക്കാൻ കഴിയുന്ന, ചിരിപ്പിക്കാൻ കഴിയുന്ന, പേടിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അയാമിൻ എന്ന് പറയുന്ന ഈ സിനിമ. തീർച്ചയായിട്ടും എല്ലാവിധ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ടിനു ഈ സിനിമ അണിയിച്ചൊരുക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണ. ഞാൻ ടിനുവിനെ പരിചയപ്പെടുന്നത് ഏകദേശം 2009 അവന് എനിക്ക് ഫേസ്ബുക്കിലാണ് ഒരു മെസ്സേജ് അയക്കും, ചേട്ടാ എനിക്ക് ഒരു ഷോർട്ട് ഫിലിം മതി എന്ന് പറഞ്ഞൊരു ആഗ്രഹം. അപ്പം അന്ന് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. സ്റ്റില്ല് ചെയ്യും, കുറച്ച് അല്ലറ ചില്ലറ വീഡിയോ ഒക്കെ ചെയ്യും. അങ്ങനെ ഇവരാദ്യമായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടിട്ടാണ് ഒരു കഥ പറയുന്നത്. ഒരു നല്ല തീമുള്ളൊരു കഥയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് എൻ്റെ കുറച്ച് മരക്ക് കൂട്ടി അത് ഓൺ ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ അതെല്ലാം എടുത്ത് പിടിച്ചെല്ലാം കഴിഞ്ഞു. ഏകദേശം അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ സെക്ഷനിലാണ്. ആ സമയത്ത് അതിൻ്റെ ഫൂട്ടേജ് ഹാർഡ് ഡിസ്ക് വേണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് അതൊരു വലിയൊരു നഷ്ടമാണ്. കാരണം വെച്ചാൽ ഏകദേശം നല്ലൊരു ഫൂട്ടേജ് ഉണ്ടാകുന്നത് നഷ്ടപ്പെട്ടത്. ആ ഫൂട്ടേജ് നഷ്ടപ്പെട്ടതിന് കുറച്ച് ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ. അതിൽ നിന്ന് അവൻ കുറച്ച് ഷോട്ടുകൾ ഉണ്ടാക്കി ആ വീഡിയോ അവൻ ഇറക്കി. അത് പുറത്ത് റിലീസ് ചെയ്യുന്നൊന്നുമില്ല, അപ്ലോഡ് ഒന്നും ചെയ്തില്ല. പക്ഷെ അവൻ അതിൻ്റെ ഒരു ഔട്ട് അവൻ അന്ന് ഇറക്കിയാണ്. അന്ന് എനിക്ക് മനസ്സിലായതാണ് അവൻ ഇത്രത്തോളം കഴിവുണ്ട് എന്നുള്ളത്. അപ്പം അതേപോലെ ഒരാൾ കൂടി എനിക്ക് ഇതിനകത്ത് സ്മരിക്കേതയും കണ്ടിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ അന്ന് വീഡിയോ ചെയ്ത ടോണി എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ടായിരുന്നു. ആള് മരണപ്പെട്ട് ആളെ ഈ ഒരു സമയത്ത്
നമ്മൾ സ്മരിക്കുകയാണ്. കാര്യം എൻ്റെ കൂടെ തന്നെ അവൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ക്യാമറയിൽ പിടിച്ച് തുടങ്ങിയത് ടോണിച്ചൻ്റെ കൂടെ. നാളെ ഈ ഒരു അവസരത്തിൽ സ്മരിക്കാം. പിന്നെ ഈ സിനിമയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ടിനുവിന് മാത്രമല്ല അതിൻ്റെ എല്ലാ ക്രൂസിനും എല്ലാവിധ ആശംസകളും. ചെറിയൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ് മാറി നിന്നത്. ഞങ്ങളുടെ ചെറിയ ക്ഷണം സ്വീകരിച്ചാൽ എല്ലാവർക്കും നന്ദി. ആദ്യമേ പറയുന്നു ചായ കേൾക്കുന്നു, കഴിച്ചിട്ട് പോകണം, ചിലർ പോകുന്നുണ്ട്. ആദ്യമേ നന്ദി പറയുന്നത് എൻ്റെ ഗുരുനാഥന് കുട്ടനാട് മാർപ്പാപ്പ മാർഗംകളിയിൽ സിനിമ സംവിധായകൻ ശ്രീജിത്ത് വിജയൻ. ഇടിയൻ ചന്തു എന്ന് പറയുന്ന സിനിമ അദ്ദേഹം പുതിയത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിരക്ക് കാരണം ജസ്റ്റ് ഒന്ന് പോയി. രണ്ടാമതായി നന്ദി പറയാനുള്ളത് സന്തോഷ് പവിത്രം. സെവൻസ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ്. ആത്മകഥ അങ്ങനെ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത സന്തോഷ് പവിത്രം. ഞാൻ ആദ്യമായിട്ട് തിരക്കഥ അദ്ദേഹത്തോടാണ് പറഞ്ഞത്. 2 തിരക്കഥയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ആദ്യത്തെയും രണ്ടാമത്തെയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമയുടെ ടൈറ്റിലൊക്കെ എല്ലാവരും കണ്ടു, ഐ എം ഇൻ. ഇതിൻ്റെ വൺലൈൻ ഞാൻ ഡയാന ഹമീദ് എൻ്റെ നായികയോടാണ് പറഞ്ഞത്. മൊത്തം അത് തുടക്കം മുതൽ തീരുന്നിടം വരെ ശ്രദ്ധയോടെ കേട്ട് ആ കഥ നന്നായിട്ട് ഉൾക്കൊണ്ട് നമുക്ക് ചെയ്യാം എന്ന് ഉറപ്പ് തന്ന എൻ്റെ നായികക്ക് ആദ്യമേ നന്ദി പറയുന്നു. ഇതിൻ്റെ ക്യാമറ ചെയ്യുന്നത് മെൽബിൻ കുരിശിങ്കലാണ്. ഇപ്പോൾ റിലീസാവാൻ പോകുന്ന ഓശാന എന്ന് പറയുന്ന സിനിമയുടെ ക്യാമറമാൻ മെൽബിൻ കുരിശിങ്കൽ അധികം ആൾക്കൂട്ടത്തിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മെൽബിനാണ് നമ്മുടെ സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ഇനി സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ നമുക്ക് അല്പം പേടിയുള്ളൊരു വിഷയം സംസാരിക്കുന്ന സിനിമയായിരിക്കും. മരണമാണ് സിനിമയുടെ ഒരു പ്ലോട്ട്. മരണപ്പെട്ട ആത്മാക്കളെ കുറിച്ച് കഥ പറയുന്ന ഒരു ചെറിയ സിനിമയാണ്. ഐ എം ഇൻ എന്ന് പറയുന്ന ഞാൻ അകത്തുണ്ട്, എന്നാൽ നമ്മളെ വിട്ടുപോയ നമ്മുടെ ആളുകളെല്ലാം നമ്മളോടൊപ്പം തന്നെയുണ്ട് എന്ന് പറയുന്ന ചെറിയൊരു ടാഗ്ലൈൻ കൊടുക്കുന്ന ഒരു കുഞ്ഞ് സിനിമയാണ്. അപ്പോൾ ഈ സിനിമ പോലെ തന്നെ മറ്റ് എല്ലാ സിനിമകളും സപ്പോർട്ട് ചെയ്യാൻ വരുന്ന സിനിമ ടൈറ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ ചെറിയ ക്ഷണം സ്വീകരിച്ചു തന്ന എല്ലാവർക്കും നന്ദി. Thank you so much, Emma. ആശംസ പറയുവാനായി ക്യാമറമാനായി എല്ലാവരും പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും വേണം. താങ്ക് യു. ഒരു ഹൊറർ സബ്ജക്റ്റാണ്. വളരെ ത്രില്ലർ മോഡിൽ മത്സരം ഒരു ഹൊറർ സബ്ജക്റ്റാണ്. ഒരു ത്രില്ലിംഗ് മൂഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മൂവിയാണ്. ടിനു വളരെ മനോഹരമായിട്ട് കഥ നറേറ്റ് ചെയ്തിട്ടുണ്ട്. നറേഷൻ കേട്ടപ്പോൾ തന്നെ നമുക്ക് ആ പടം വിഷ്വലൈസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അടിപൊളിയാകും എന്നൊരു വിശ്വാസം തോന്നി.